പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക മാറ്റമുണ്ടോ? അതോ പിണറായി എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടോ പ്രദീപ് കുമാറിനെ അവിടെ കൊണ്ടുവരുന്നതിൽ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുമ്പം ആ ഓഫീസിൽ മൊത്തം പ്രതിപേട്ടന്മാരായി എല്ലാവരോടും വളരെ ചിരിച്ച് ആ രീതിയിൽ അതാണ് അവരുടെ സിസ്റ്റം. CPM-ന് ഇപ്പോൾ മുഖ്യമന്ത്രി നമുക്കറിയില്ല, അധികം ചിരിക്കുകയും ചെയ്യാത്ത ആളാണ്. പിന്നുള്ളത് എനിക്ക് അശോകൻ. ഞാൻ പോയില്ല പുതിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ഞാൻ ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് കോഴിക്കോട് പോയ തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് 1-2 തവണ പോയത്. അന്ന് ഭയങ്കര സുഖമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ രാകേഷ് ആണല്ലേ മുമ്പ്, രാകേഷിനെ എനിക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും മോറലി പെർഫെക്റ്റ് ആയ മനുഷ്യൻ്റെ ആ മനുഷ്യൻ ഒരുപാട് വൈഫിന് ജോലി മേടിച്ചു കൊടുത്തു എന്നൊക്കെ വന്ന ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരും നല്ല ബ്രില്യൻ്റ് ആയിട്ടൊരു ലേഡി, എനിക്ക് രണ്ടിനും പേഴ്സണലി അറിയാം. KK രാകേഷിനെ പോലെ മോറലി ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. നീ ആളെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ദിവ്യായ സൈർ കൊടുത്ത സർട്ടിഫിക്കറ്റ് കൃത്യമാണ്, സത്യമാണ്. ഇത്രയും മോറലി പെർഫെക്റ്റ് ആയ മനുഷ്യൻ, പിന്നെ ജോലി കൃത്യം. കുറച്ച് കണ്ണൂർ രാഷ്ട്രീയക്കാരനെ മസിൽ കൊടുത്തൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബേസിക്കലി അന്തർമുഖനാണ്, അധികം സംസാരിക്കുന്നില്ല. ഈ ജയരാജേട്ടനെ പോലെ തോന്നും നമുക്ക് ചിലപ്പോൾ. ആ പോയിൻ്റ് സംസാരിക്കും. P ജയരാജനെ പോലെ, പിണറായിനെയൊക്കെ പോലെ ആ പോയിന്റ് മാത്രമേ സംസാരിക്കൂ. പിന്നെ അതിന് തമാശ ഒന്നും പറയില്ല. കരാട്ടൊക്കെ തേങ്ങയെടുക്കും. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു SFI നേതാവൊക്കെ ആയിരുന്ന സമയത്ത് രാത്രി കണ്ണൂർ ഏതോ ഒരു മില്ലിൽ വാച്ചറായിട്ട് ജോലി ചെയ്ത് പിറ്റേന്ന് കോളേജിൽ പോയി. അങ്ങനെയാണ്. തരക്കേടില്ലാത്ത ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ സത്യത്തിൽ നമ്മൾ ഈ മോശം കേൾക്കുന്ന പല ആളുകൾ സത്യത്തിൽ പെർഫെക്റ്റ് ആണ്. നമ്മൾ ഒരുപാട് നല്ലത് കേൾക്കുന്ന ആളുകൾക്കാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ രാകേഷ് ഏട്ടന് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ അധികം സംസാരിക്കാൻ ചിരിക്കുന്നില്ല. പക്ഷേ MB ജയരാജൻ അങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര പ്ലീസിങ് ആയിരുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയി മാറിയത്. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സിലും കയറുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. KSRTC ബസ്സിലും ഇപ്പം പറയാൻ പുതിയ പയ്യന്മാർ വന്നപ്പോൾ മാറി കേട്ടോ. മുമ്പൊക്കെ KSRTC നമ്മളോടെന്തോ ഔദാര്യം കാണിക്കുന്ന പോലെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. KSRTC ബസ്സാണ് ഏറ്റവും സൗകര്യം, അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഈ MB ജയരാജൻ വന്നതോടുകൂടി അത് മാറി ഞാൻ കേട്ടത്. ഭയങ്കര പ്ലീസിങ് ആയിട്ടൊരു അനുഭവമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നമ്മളുടെ അടുത്ത ഒരാളുകൾ അവിടെ പോകുന്നുണ്ട്, അവരൊക്കെ പറഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞാണ് പിന്നെ രാകേഷ് വരുന്നത്. ഇപ്പം പ്രതിവേട്ടൻ്റെ ഗുണമെന്ന് വെച്ചാൽ MB ജയരാജനെ പോലെ തന്നെ വളരെ പ്ലീസിങ് ആണ്. ഈ പറയുമ്പോൾ കൊടിയേരിനെ പോലെ ഫീൽ ചെയ്യും. എനിക്ക് അറിയാവുന്ന ആളാണ്, കോഴിക്കോട്ട് തന്നെയാണ്, നമുക്ക് അറിയാവുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ തച്ചോളി ഒതേനൻ്റെ കുടുംബത്തിൽപ്പെട്ടാണ് വടകര. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ തമാശയോട് ചിന്തിക്കുകയും ഈ തച്ചോളി ഒതേന എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞിട്ട് മംഗളോട് ലുക്കുള്ള ആളാണോ? ആണ്. തച്ചോളി ഒതേനും ഈ പറയുന്ന പൈശിരാജയൊക്കെ തന്നെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സെമി മംഗളോട്, അതാണ് മലയാളി. അല്ല മമ്മൂക്ക മറ്റേ സിനിമ ചെയ്തെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നസീർ സാർ സിനിമ ചെയ്ത് വിചാരിച്ചിട്ട് അവരങ്ങനെ ആചാരം വാക്കുകളോ അമ്മായി സുന്ദരന്മാരൊന്നുമല്ല. അപ്പോൾ പ്രതിഭട്ടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്, ഈ പറഞ്ഞ പോലെ വളരെ പ്ലീസിങ്. അപ്പം അങ്ങനെ ഒരാൾ ഈ ഒരു സമയത്ത് അവിടെ ആവശ്യമാണ്. കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്. ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പുറത്ത് ആളുകൾ കുറ്റങ്ങൾ കണ്ടെത്തും. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കൊടിയേരിയെ പറ്റി പറയാൻ, കൊടിയേരിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കൊടിയേരി വളരെ ചിരിച്ച് പ്ലീസിങ് ആയിരിക്കുന്ന ഒരാളാണ്. എന്നാൽ സംഘടനാ തത്വങ്ങൾ വിട്ടൊരു കളി കൊടിയേരിക്കില്ല. ഇതുപോലെ തന്നെയാണ് പ്രതിഭട്ട്. ഈ കൊടിയേരി എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്. ഞാൻ കൊടിയേരി നമ്മൾ പണ്ട് ഡൽഹി വന്ന സമയത്ത് എപ്പോൾ കൊടിയേരിയും കണ്ടിരുന്നു. അപ്പോൾ കൊടിയേരി കണ്ട സമയത്ത് ഞാനിങ്ങനെ ഈ ഫുൾ ടൈമേഴ്സിനൊക്കെ നിർത്തേണ്ട സമയമായി. ആളുകളൊക്കെ ജോലിയും ചെയ്ത് അതിൻ്റെ കൂടെ രാഷ്ട്രീയം ചെയ്യണം. അപ്പോൾ എന്നോട് അത് ഫക്രതിയും പറ്റില്ല, അവിടെ തെറ്റുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും സംഘടനാ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ ഫുൾ ടൈമേഴ്സിന് ആവശ്യമാണ്. പക്ഷേ അവരുടെ എണ്ണം കുറയ്ക്കണോ കൂട്ടണോ എന്ന് മാറ്റാൻ സംശയമുള്ളൂ. നമ്മൾ കൊടിയേരി അങ്ങനെയല്ല. കൊടിയേരി പോയാൽ ശരിയാണ്, ലിബറലൈസേഷൻ്റെ ലൈനിൽ പോകാമെന്ന്, അങ്ങനെ ആളാണ് കൊടിയേരി. പിന്നെ കൊടിയേരിക്ക് ഇങ്ങനെ ഭക്ഷണം കേട്ടിട്ടുള്ളത്, കൊടിയേരി എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചില്ല. ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ 1-2 ആളുകളൊക്കെ കൂടെ വേണം. എപ്പോഴും ഈ പ്രതിഭട്ടൻ MLA ഹോസ്റ്റലായ സമയത്ത് അപ്പോൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളൊക്കെ അവിടെ കണ്ട് നമ്മളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു ഭയങ്കര സോഷ്യലായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പം തന്നെ പ്രതിഭട്ടൻ വന്ന സമയത്ത് തന്നെ പല ആളുകളും കിടന്ന് ഷോക്ക് അടിച്ച പോലെ അലർന്ന് കണ്ടിട്ടുണ്ട് ചാനലിൽ. ഇത് പിണറായിയുടെ പരാജയമാണ്. പിന്നെ പിണറായി ഏറ്റവും കൂടുതൽ പാർട്ടി കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. കാരണം ഇപ്പം എല്ലാ മേഖലയിലും ഇപ്പം ബേബി എന്നെ സെക്രട്ടറി ആയതെന്ന് വെച്ചാൽ പിണറായി അത് ആഗ്രഹിച്ചുകൊണ്ടാണ്, അല്ല വേറൊരാളായിരുന്നാവുക. ആളുകൾ ഇത് എന്താണ് പിണറായിയുടെ പരാജയം എന്നുള്ളത്. അങ്ങനെയല്ല, അത് പിണറായിയുടെ കൂടി ആഗ്രഹം അനുസരിച്ചിട്ടാണ് അത് സംഭവിച്ചത്. പിന്നെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്, പിണറായി ആഗ്രഹിച്ച ആളുകൾ മാത്രമേ സംസ്ഥാന കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവിലും ഒക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ജില്ലാ കമ്മിറ്റികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. MLA മാരും അങ്ങനെ തന്നെ പിണറായിയോട് പൂർണ്ണമായും കൂറ് പുലർത്തുന്ന ആളുകളാണ്.
അപ്പോൾ ഈ ഏറ്റവും നല്ല സമയത്ത് ഉള്ളൊരു വിമർശനം എന്ന് വെച്ചാൽ പ്രദീപേട്ടനെ പോലുള്ള ആളുകളെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തി എന്നൊരു വിമർശനം പൊതുവെ ഉണ്ടായിരുന്നു. അതായത് സീറ്റ് കൊടുത്തില്ല, പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് പാർട്ടി തന്നെ അർഹിക്കുന്ന പ്ലേസ്മെൻറ്റുകൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പിണറായി പലപ്പോഴും ചെയ്തിട്ടുള്ളത്, പിണറായിയുടെ നരേന്ദ്രമോദിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും നമ്മളെപ്പോലെ സംസാരിച്ചിട്ട് ഉത്തരം പറയുന്ന ആളുകളല്ല, അവർ പ്രവൃത്തി കൊണ്ടാണ് എപ്പോഴും ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സംസാരിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം പിണറായി ഒരു വലിയ 4 പത്രസമ്മേളനം നടത്തുന്നതിന് തത്തുല്യമായിട്ടുള്ള ഒരു മറുപടിയാണ് പ്രദീപേട്ടൻ അവിടെ പിടിച്ചിരുത്തിയത്. പ്രദീപേട്ടൻ അങ്ങനെ ഗ്രൂപ്പിൻ്റെ ആളൊന്നുമില്ലെങ്കിൽ പോലും പൊതുവേ നിങ്ങളെല്ലാം കൂടി ചാനലുകാരും എല്ലാം കൂടി ഉണ്ടാക്കി പ്രദീപേട്ടനെ പിടിച്ച് BS ഗ്രൂപ്പാക്കി. BS സ്വാഭാവികമായിട്ട് ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പാർട്ടി നേതാവെന്ന രീതിയിൽ ആ കാലഘട്ടത്തിൽ DYFIൻ്റെ SFIൻ്റെ നേതാക്കന്മാരെന്ന രീതിയിൽ ഇവർക്കൊക്കെ ഒരു BS-നോട് ചായ്വൊക്കെ ഉണ്ടാവും. ആ BS-നോട് മാത്രമല്ല പിന്നെ ഒന്ന് പിണറായിലുണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ചില കള്ളികളിലാക്കി നിർത്തി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് റിയാസിന് വേണ്ടിയിട്ട് പ്രദീപേട്ടനെ ഒതുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം സത്യത്തിലാവുന്നല്ല എനിക്കറിയാം. റിയാസ് എമർജ് ചെയ്ത് വന്നതിന് ശേഷം MLA ഹോസ്റ്റലിൽ ഞാൻ പ്രദീപേട്ടൻ റൂമിൽ നിൽക്കുമ്പോൾ റിയാസ് അവിടെ വരുന്നുണ്ട്. പ്രദീപേട്ടനാണ് റിയാസിനോട് പറയുന്നത്. റിയാസ് അന്നെന്തോ CITൻ്റെ മോട്ടോ തൊഴിലാളി അതിൻ്റെ നേതാവായിരുന്നു അവിടെ. അപ്പോൾ പ്രദീപേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ ചെയ്യണം. അപ്പോൾ അന്ന് പുറത്ത് പറയുന്നത് എന്താണ്, ഇനി പ്രദീപിൻ്റെ കാര്യം കട്ടപ്പോകാം. അപ്പോൾ ഇത്തരമുള്ള ഒരുപാട് ഈ ഷോക്കടിച്ച പോലെ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അന്നേരം പിണറായി വിരോധം മാത്രം പറയുന്നത്. അവർക്ക് രാജു എബ്രഹാമിനോടോ അല്ലെങ്കിൽ പ്രതിപേട്ടനോടൊന്നും പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ടൊന്നല്ല, പിണറായിയോടുള്ള വിരോധം തീർക്കാൻ എന്ത് ആയുധം കിട്ടും അതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ്. അല്ല, ഈ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നപ്പോൾ പറയുന്ന മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഓഫീസ് ഒന്ന് ശുദ്ധീകരിക്കുക. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ കുറിച്ച് പൊതുവെ ഒരുപാട് ആരോപണങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രദീപ് കുമാർ ഒരു സംശുദ്ധനായിട്ടുള്ള ആളാണല്ലോ. അല്ല, ശുദ്ധീകരിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണ്, ആരോപണത്തിന് വിധേയമായി നിൽക്കുന്ന ആളുകളെ മാറ്റുമ്പോഴാണ്. ഇപ്പം അങ്ങനെ ആരെയും മാറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാകേഷ് ഏട്ടനാണ് പോയത്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് അതിന് വലിയൊരു പോസ്റ്റിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മാത്രമല്ല രാകേഷ് ഏട്ടനെ പറ്റി പേഴ്സണലായിട്ട് ഒരു ആരോപണം ആർക്കും ഉന്നയിക്കാൻ പറ്റില്ല. ആകപ്പാട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ മീഡിയക്കാരെല്ലാം. പിന്നെ അതിലൊരു സംഭവം എന്ന് വെച്ചാൽ അവർ ഇപ്പം നല്ല അക്കാദമീഷ്യൻസിന് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, അവർ ഈ മീഡിയോക്കേസിനെ പോലെ ഈ പേപ്പറൊന്നും ഉണ്ടാക്കി നടക്കാൻ നിൽക്കില്ല. അവർ ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെനിക്ക് തോന്നുന്നു AKPCTയുടെ സംഘടനാ രംഗത്തും ഒക്കെ വളരെ സജീവമായിരുന്നു. എനിക്കവരെ പേഴ്സണലി അറിയാം. അവർ കോളേജിൽ വിടുന്നതിന് മുമ്പേ ആർമിയുടെ തപാൽ വിങ്ങിലായിരുന്നു അവർക്ക് ഡൽഹിയിൽ ജോലി. എനിക്കറിയാം. അന്ന് രാകേഷ് ഏട്ടൻ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് SFIൻ്റെ ഉണ്ടായ സമയത്ത് ഞാൻ അന്ന് അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരോട് നല്ല ഉൾക്കാഴ്ചയുള്ള ലേഡിയാണ് അവർ. അപ്പം അവരത് അർഹിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ചിലപ്പോൾ കുറവുണ്ടാവാം. അത് പക്ഷേ ഇൻ്റർവ്യൂവിന് മറികടക്കാൻ ശേഷിയുള്ള ആളാണ് അവർ. എനിക്ക് തോന്നുന്നു അന്ന് അവർക്കെതിരെ വന്ന ആ പ്രോസവും അവരും കൂടി നിന്നിരുന്നെങ്കിൽ നിങ്ങൾ പബ്ലിക് ഡിബേറ്റ് നടത്തി അവർ സ്കോർ ചെയ്യും. ഏതെങ്കിലും മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എടുത്തിട്ട് അപ്പം അതല്ലാതെ അദ്ദേഹത്തിന് ഒരു ആരോപണമൊന്നുമില്ല. പിന്നെ അവിടെ ഉള്ളത് P ശശി, പിന്നെ എനിക്കിപ്പോൾ ഉള്ള ആൾ P ശശീനെ നമ്മൾ കേട്ട് പരിചയമുള്ള ആൾ, പിന്നെ ഇവർ അശോകൻ, ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആരുള്ളത് അവിടെ ഓഫീസിൽ? അവിടെ ആരും കാര്യമായിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അല്ല, മാറ്റിയിട്ടില്ല. പൊതുവെ ഇത്തരത്തിൽ ഈ P ശശിയെ കുറിച്ചായാലും പിന്നെ P ശശി നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് നിങ്ങളെന്താ ഈ പറയുന്നത്? ഈ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുറ്റം പറയാനല്ലേ സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം ഉമ്മൻചാണ്ടി സാർ പുണ്യാളനായില്ലേ? അതുപോലെയുള്ളൂ. P ശശി എന്ന് വളരെ നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു രീതിയിലുള്ള ഉയർച്ച പാർട്ടിയിലുണ്ടായത്. അദ്ദേഹം അവിടെ പിന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു SFI കഴിഞ്ഞ ഉടനെ. അത് കഴിഞ്ഞ് നായനായുടെ സർവീസിൽ നായനായുടെ കൂടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നായനായുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ശരി. അത് മനുഷ്യന്മാരല്ലേ. അദ്ദേഹം പാർട്ടി നടപടി എടുത്തു. പിന്നെ അദ്ദേഹത്തിന് കലാകാലം പുറത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. കലാകാലത്തേക്ക് പുറത്ത് കളഞ്ഞതും അല്ലല്ലോ, സസ്പെൻഡ് ചെയ്തതല്ല, അത് തിരിച്ചെടുത്തു. മാത്രമല്ല അദ്ദേഹത്തിനുള്ള നായനാട് കാലഘട്ടത്തിലായാലും കാര്യങ്ങൾ ആലോചിച്ച് ഇവിടെ ചിലർ ആഗ്രഹിക്കുന്ന പോലെ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് ചിലരൊക്കെ അകത്താകണം, ചിലർ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ ഓരോ കേസിനും. പിന്നെ ആരെന്ത് ചെയ്താലും അത് ശശീൻ്റെ തലയിലെ. ശശി കാര്യപ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിനുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേണം ഈ പറഞ്ഞ അശോകൻ VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എനിക്ക് MLA പക്ഷേ അശോകൻ അറിയാം. അശോകൻ പാർട്ടിയായിട്ട് അങ്ങേയറ്റം ലോയലായിട്ടുള്ള ആളാണ്. പിണറായിനോട് അങ്ങേയറ്റം ലോയലായിട്ടുള്ള പാർട്ടിയായിട്ട് വളരെ കാലമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത്
പാർട്ടിയായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകളെ പറ്റുള്ളൂ. അല്ലാതെ ഈ സത്യവന്തന്മാരാണ്, സുന്ദരന്മാരാണ്, സൗമ്യമായി ഇടപെടുന്നത് കണ്ടാൽ അവരാതിനെ അവിടെ കൊണ്ട് ചെത്തിയാൽ മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് വിറ്റ് കാശ. ഉമ്മൻചാണ്ടി സാറിന് പറ്റിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന് പറ്റിയ പലതും ഉമ്മൻചാണ്ടി സാറിന് പറ്റിയ അബദ്ധമല്ല. മറ്റു വരെ ഉണ്ടാക്കി ഉമ്മൻചാണ്ടി സാർ ഏറ്റെടുക്കുകയായിരുന്നു. അല്ല, അദ്ദേഹത്തിന് മുകളിൽ വന്നാണ്. അപ്പോൾ ഇവരൊക്കെ പാർട്ടിയായിട്ട് ലോയലായിട്ടുള്ള ആളുകളാണ്. ഞാനിപ്പം മുഖ്യമന്ത്രി ഓഫീസിലേക്കും പോകാത്ത ഒരാളായതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ വേറെ സ്റ്റാഫ് എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ള പേരെന്ന് രീതിയിൽ ശശീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ നല്ല ഓർഗനൈസർ, വളരെ മുമ്പേ കേട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ 1-2 തവണ സംസാരിച്ചിട്ടുണ്ട്. ES പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു മീഡിയ സിൻഡിക്കേറ്റ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മീഡിയ സിൻഡിക്കേറ്റ് IS-നെ പോലെയാണ്. കാരണം വെച്ചാൽ പണ്ട് മീഡിയ സിൻഡിക്കേറ്റ് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വലയിട്ടാൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ IS-നെ പോലെയാണ്. ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ പരിപാടി തുടങ്ങാം, സിൻഡിക്കേറ്റായി വർക്ക് ചെയ്യാം. അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിവേട്ടൻ വരുന്നത് ശുദ്ധികലശത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ പറയുന്ന പോലെ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റാൻ രാമേന്ദ്രനുണ്ട്, രാമരാജാവുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ എന്താ പറയുക, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ചില ആനകളും ഉണ്ടാവും. പമ്പാടി രാജനൊക്കെ പോലുള്ള ആനകളുണ്ടാവും. ഓരോ ആനയ്ക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? അതുപോലെയാണ് പ്രതിവേട്ടം വന്നത്. പ്രതിവേട്ടം കുറച്ചുകൂടി സൗമ്യനായിട്ടുള്ള, കുറച്ചും കൂടി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവൻ്റെ ഈ സമയത്ത് അത് ആവശ്യമുണ്ട്. പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. റിയാസിന് വേണ്ടി പ്രതിവേട്ടൻ ഒതുക്കി, VS-ൻ്റെ വർഷക്കാരനായതുകൊണ്ട് പ്രതിവേട്ടൻ, അതെല്ലാം വളരെ സൈലൻ്റ് ആയിട്ട് ഒരു പത്രസമ്മേളനം പോലും നടത്താതെ ഒരു മറുപടി കൊടുത്തു. മാത്രമല്ല ഓഫീസിനെ ശക്തിപ്പെടുത്തുക, ശുദ്ധീകരണമല്ല ശക്തിപ്പെടുത്തുക ചെയ്തു. നിലവിലുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഒഴിവ് വന്നപ്പോൾ കൂടുതൽ കേരളം ഇഷ്ടപ്പെടുന്ന ഒരാളെ, നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ ഒതുക്കിയും നിങ്ങളൊക്കെ പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവരുമ്പോൾ അത് ശുദ്ധീകരണമല്ല, കൂടുതൽ ശക്തിപ്പെടുത്തലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.